ബിഗ് ബോസ് സീസൺ 6 മലയാളം. അപ്പോൾ വോട്ടിംഗ് പരിപാടികളൊക്കെ അങ്ങോട്ട് തീർന്നിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ജിൻഡോ ചേട്ടനാണ് വോട്ടില് ലീഡ് ചെയ്ത് നിൽക്കുന്നത് എന്ന് വെച്ച് ജിൻഡോ ചേട്ടൻ കപ്പും കൊണ്ട് പോയി എന്നൊന്നും ഞാൻ ഇവിടെ വിളിച്ചു കൂവാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ പരിപാടിയുടെ പേര് ബിഗ് ബോസ് എന്നായതുകൊണ്ടും പല ഉടായ്പകൾ നടക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടും ഞാനൊന്നും പറയുന്നില്ല. ഇപ്പോ നേരെ മറിച്ച് നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാൻ ഞാൻ. അപ്പോ ഈ കഥയ്ക്ക് ജീവിച്ചിരിക്കുന്നവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾ ആരും ബന്ധമുണ്ടെന്ന് വിചാരിക്കരുത്. ബുദ്ധിയുള്ളവർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തോ, ഞാനൊന്നും പറയാൻ വരുന്നില്ല കൂടുതൽ. പക്ഷെ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല. ഇന്ന് രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വന്നു. അപ്പൊ ഈ കോൾ എന്ന് പറയുന്നത് ഞാനൊരു 2020 നമ്മുടെ കൊറോണ കഴിഞ്ഞ സമയത്ത് ഒരു മീഡിയ ഒരു ചാനൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി. അപ്പോ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്, ലൈക്ക് ഈ മീഡിയ ഫീൽഡിലുള്ള. അതിനകത്ത് ഒരു വ്യക്തിയാണ് എന്നെ ഇന്ന് രാവിലെ വിളിച്ചത്. ഞാനിപ്പോ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ട് കുറെ കാലങ്ങളായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വ്യക്തിയെ. ഞാൻ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ വ്യക്തിയെ. ഞാൻ അതിന് ശേഷം ഇടയ്ക്ക് 1-2 പ്രാവശ്യം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ പുള്ളിയെ അധികം വിളിക്കാൻ പോയിട്ടില്ല. എന്തിനാ വെറുതെ, തിരക്കാണ് അവരൊക്കെ, നമ്മൾ വെറുതെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പുള്ളിയെ. ഞാൻ ആ ഒരു സ്ഥാപനത്തിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ആ സ്ഥാപനം കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ബ്രേക്ക് ഡൗൺ ആയി, അങ്ങനെ അത് നിർത്തേണ്ട വന്നൊരു സ്ഥാപനമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എല്ലാ പൈസയും, ഞാൻ അവിടെ വർക്ക് ചെയ്ത എല്ലാ കാശും എനിക്ക് തന്നാണ് അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടത്. എന്റെ ആ ഒരു സമയത്തെ അവസ്ഥ അത് അങ്ങനെ ആയിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ആ ഒരു കമ്പനിയുടെ ബുദ്ധിമുട്ട് മനസ്സിലായിട്ട് പോലും എനിക്ക് പോയി എന്റെ ലാസ്റ്റ് മന്തിലെ സാലറി ഒക്കെ ചോദിക്കേണ്ടി വന്നു. കാരണം എന്റെ അവസ്ഥയും അത്രയും ദാരുണമായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ വ്യക്തി എന്നെ ഇന്ന് രാവിലെ വിളിച്ചു. ആ വ്യക്തി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ ഈ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ മിനിഞ്ഞാന്ന് എങ്ങാണ്ടാണ് അദ്ദേഹം ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി റിയാക്ട് ചെയ്തത് പുള്ളി കണ്ടത്. പുള്ളിനോട് പറഞ്ഞാൽ ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് കുറെ കാര്യങ്ങൾ, കുറെ എക്സ്ക്ലൂസീവ് ഞാൻ നിനക്ക് തന്നേനെ. ആളുടെ പേരോ ഒന്നും, ഇതൊരു കഥയല്ലേ, ഞാൻ പറയുന്നില്ല. അപ്പോ അദ്ദേഹം എന്നോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഇപ്പൊ നടക്കുന്നത് എന്താണ് എന്നുള്ളൊരു പ്രോപ്പർ ഒരു സാധനം പുള്ളി എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ, ഈ ഒരു പരിപാടി കണ്ട് ഈ ഒരു സീസണിൽ എനിക്ക് തോന്നിയ കുറെ ഡൗട്ടുകളുണ്ട്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരുന്ന ഒരു സാധനമാണ്, ഒരു കഥയാണ് പുള്ളി എനിക്ക് രാവിലെ പറഞ്ഞു തന്നത്. അപ്പത്തേക്ക് എനിക്ക് ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായി എന്താണ് ഈ പരിപാടിയിൽ. ഞാൻ നേരത്തെ വരെ ഞാൻ ചെയ്തില്ല. ഞാൻ എന്റെ കുറെ ഇങ്ങനത്തെ മീഡിയ, എന്റെ കുറെ ഫ്രണ്ട്സിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നില്ല ഇപ്പൊ ഈ അടുത്തായിട്ട്. കാരണം വേണ്ട, നമുക്ക് അങ്ങനെ ഞാനായിട്ട് അറിയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ളൊരു ഇതിലാണ്. ഞാൻ ആരോടും പോയി ചോദിച്ച് അവരെ ശല്യം ചെയ്ത് വേണ്ട എന്ന് വെച്ചിരുന്നു. പക്ഷെ ഞാനത് ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് കുറെ കൂടെയൊക്കെ ഡീറ്റെയിൽ കിട്ടിയതേ എന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലായി. അപ്പോ എന്താണെങ്കിലും ആ വ്യക്തി എന്നോട് പറഞ്ഞ കുറെ കഥകൾ എന്റെ തലയിൽ ഇങ്ങനെ ഉണ്ട്. ഞാൻ അതിനകത്തോട്ട് ഞാൻ ഒരു പരിധിയിൽ കൂടുതലൊന്നും അത് പറയുന്നില്ല. പക്ഷെ അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം എനിക്ക് കിട്ടി. അതായത് ഇന്നലെ നമ്മുടെ ഒരു കണ്ടസ്റ്റന്റ്, ഈ BBOയിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ്, അത്യാവശ്യം നല്ല തെറി ഇപ്പൊ ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് പുറത്ത്, അയാളുടെ കയ്യിരിപ്പിലൊക്കെ ആയിട്ട്. അപ്പൊ ആ ഒരു വ്യക്തിയുടെ ഒരു സ്റ്റോറി നമ്മൾ എല്ലാവരും ഇന്നലെ കണ്ടിരുന്നു. അദ്ദേഹം ഒരു കണ്ടസ്റ്റന്റിന്റെ ഫാദറുമായിട്ട്, ഇപ്പൊ ഈ ഫൈനൽ 5-ലുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ തന്തപ്പടിയായിട്ട്, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തെ അങ്ങനെയൊക്കെ വിളിക്കാൻ എനിക്ക് തോന്നുന്നുള്ളൂ. ഒരുപാട് അങ്ങ് ബഹുമാനിച്ച് ഐ ഡോണ്ട് നീഡ് ദാറ്റ്. അപ്പോ ആ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ കുറെ മണ്ടന്മാര് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഓക്കെ, ഇവരെന്തോ വൻ പരിപാടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ട് കളഞ്ഞു. നമ്മൾ അതിനകത്ത് ഇവര് തമ്മിലുള്ള അവിടെ ഇരുന്ന് നമ്മളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതേ നമ്മൾ എല്ലാവരും നോട്ടീസ് ചെയ്തുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ കുറെ തെറിയൊക്കെ പറഞ്ഞു ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് വൻ രീതിയിൽ ഓടി. പക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്, ഞാൻ അറിഞ്ഞൊരു കാര്യമുണ്ട്. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസ് ഈ അകത്ത് റീഎൻട്രിക്ക് കയറിയ അതിനകത്തുള്ള ഇപ്പൊ ഫൈനലിലേക്ക് കണ്ടസ്റ്റൻസ് എല്ലാരും ചെല്ലണമല്ലോ. അപ്പൊ ഈ കണ്ടസ്റ്റൻസ് എല്ലാം താമസിക്കുന്ന ഹോട്ടലിലാണ് ഈ പ്രസ്തുത, ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ ഫൈനൽ 5-ലുള്ള ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റിന്റെ അപ്പനും താമസിക്കുന്നത്. ഇതുവരെ ബിബി ഒരു ഇത്രയും നാളായിട്ടുള്ള ഒരു സീസണിൽ ആർക്കും കിട്ടാത്ത ഒരു ഫേവറിറ്റിസമാണ് ഈ ഒരു കണ്ടസ്റ്റന്റിന്റെ ഫാമിലിക്ക് BBയിൽ നിന്ന് കിട്ടുന്നത്.
ചില ആളുകൾ, ഞാൻ ആ കണ്ടസ്റ്റന്റിന്റെ പേരൊന്നും പറയുന്നില്ല, പുറത്തു പോയ ചില കണ്ടസ്റ്റന്റ്സ് അവരുടെ ഫാമിലിയെ ഈ ഒരു ഷോയിലേക്ക്, ഈ ഒരു ഫൈനലിലേക്ക് കൊണ്ടുവരട്ടെ കാണിക്കാനെന്നൊക്കെ ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല. അവരുടെ കൂടെ കൊണ്ട് താമസിപ്പിക്കാനും സമ്മതിച്ചില്ല. പക്ഷെ ഈ ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റിന്റെ ഫാദറിനെ മാത്രം എന്തിന് താമസിപ്പിച്ചിരിക്കുന്നു ഈ ബാക്കി കണ്ടസ്റ്റന്റ്സ് നിൽക്കുന്ന ഹോട്ടലിൽ? എന്തിന്? ഇപ്പൊ ചിലപ്പം ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വരുമായിരിക്കും, അത് അവരുടെ ഇഷ്ടമാണ്, അവരാണ് വന്ന് താമസിച്ചത്, ഞങ്ങൾ നിർത്തിയതല്ല എന്നൊക്കെ. അതിനകത്തുള്ള ഒരു ഫൈനൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ ഫാദർ ആ ഹോട്ടലിൽ വന്ന് താമസിക്കുമ്പോൾ അയാളെ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സ്, ബാക്കി പുറത്തുപോയ കണ്ടസ്റ്റന്റ്സ് അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ വ്യക്തിയെ അവിടെ നിർത്താൻ ഇത്രയും കാലം നടന്നിട്ടില്ല. അപ്പൊ അത് അങ്ങനെ നടക്കാതിരിക്കാൻ നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ അത് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? എന്റെ ആദ്യത്തെ ചോദ്യം അത്. ഇത് എത്ര പേർക്ക് ഈ ഒരു കാര്യം അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളെല്ലാം അറിയണം. ഇങ്ങനെയുള്ള വൃത്തികേടുകൾ അവിടെ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഷോ ഡയറക്ടർ മോനെ, കൂട്ടുകാരാ, പല 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 കഥകളാണ്. എന്റെ തെളിവൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്ക് ആരെയും ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്റെ കഥകളാണ്. ഞാൻ ഇൻഡ്യൂഷൻ, ഞാൻ മറ്റേ ഹാലൂസിനേറ്റ് ചെയ്ത രാത്രി ഉറങ്ങിയപ്പം ഒരു സ്വപ്നം കണ്ട കുറെ കാര്യങ്ങൾ അങ്ങനെ എടുത്താൽ മതി. അത്ര ഉള്ളടി പാവപ്പെട്ട ഞാൻ ജീവിച്ചു പോട്ടെ. അപ്പൊ എന്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ എനിക്ക് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ. അതിനകത്ത് എനിക്ക് ഈ പ്രസ്തുത, ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീം ഇന്നലെ ഇൻസ്റ്റാ സ്റ്റോറി, അത് പക്ഷെ ഞാൻ രാവിലെ നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറി കണ്ടു കേട്ടോ. ഞാൻ സ്വപ്നത്തിൽ കണ്ട ഒരു സാധനം അതേപോലെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് കഥ പറയുന്നത്, തുത്തുരി മോനെ, ചുന്തരി മോനെ എന്നൊക്കെ പറഞ്ഞുള്ള കഥകൾ ഞാൻ കണ്ടു. എന്തോ ജനങ്ങളെ മറ്റേ അങ്ങ് വിഴുങ്ങാൻ വേണ്ടി രണ്ടുപേരും വരുന്നുണ്ട്, കഥകൾ ഇനി ഇറക്കി തരാം. അപ്പൊ ഈ പുറത്തു വന്ന കണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ, ഈ സ്റ്റോറി ഇട്ടിരിക്കുന്ന കണ്ടസ്റ്റന്റ്, ഇദ്ദേഹത്തെ പറ്റി ഞാനൊന്ന് അറിഞ്ഞു. അതായത് ഇദ്ദേഹം ഇനി അങ്ങോട്ട് വെളുപ്പിക്കാൻ നോക്കും. മറ്റേ ആ ഒരു അകത്തുള്ള ഫൈനൽ ഫൈവിലുള്ള ഇദ്ദേഹത്തിന്റെ മറ്റേ ഫേവററ്റ് ആയിട്ടുള്ള, പേഴ്സണൽ ആയിട്ട് പണ്ട് തൊട്ടേ അറിയാവുന്ന ആ ഒരു കണ്ടസ്റ്റന്റിനെ വെളുപ്പിക്കാൻ നല്ല രീതിയിൽ നോക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ജനങ്ങൾ ഇപ്പൊ ആ ഒരു കണ്ടസ്റ്റന്റിന് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു ഇമേജ് ഉണ്ട്. അതായത് അയ്യോ പാവം എന്തോരോ കരയുന്നത്, സങ്കടം വരുന്നു നമുക്ക് എന്നുള്ള ഒരു സാധനം നമുക്കുണ്ട്, ഇല്ലേ? നമുക്ക് വന്നു, നമ്മളെ അതിലേക്ക് എത്തിച്ചു. കുറെ ക്ലിപ്സ് നമുക്ക് കാണിച്ചു തന്ന് നമ്മളെ അതിലേക്ക് എത്തിച്ചു. ഇനി നമ്മളെ അത് വെച്ച് ഇവര് യൂട്ടിലൈസ് ചെയ്യും. അത് ഈ ഒരു ഇടനിലക്കാരൻ, ഒരു മാമയായിട്ട് ഈ ഒരു സുന്ദരനും നിൽക്കും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോളൂ. ഈ കണ്ടസ്റ്റന്റുകൾ, ഇത്തവണത്തെ സീസണിലെ കണ്ടസ്റ്റന്റുകൾ നിൽക്കുന്ന ആ ഒരു ഹോട്ടലിലല്ലേ ആ ഒരു വ്യക്തി താമസിച്ചിരുന്നത് എന്ന് അന്വേഷിച്ചോളൂ. അതുപോലെ തന്നെ ദിയാസന ചേച്ചി ഒക്കെ അവിടെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ആരാണ് ദിയാസന? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. നമ്മളെ പോലൊരു മനുഷ്യ സ്ത്രീ അവിടെ പണ്ടങ്ങാണ്ട് വന്നു പോയി, അത്രയല്ലേ ഉള്ളൂ. പിന്നെന്താണ് ഇതിനകത്തോട്ടൊക്കെ ഭയങ്കര ഇങ്ങനെ അങ്ങ് ഇരിക്കുന്നത് ചേച്ചിയൊക്കെ? ആരെങ്കിലും എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു സാധനം നിങ്ങൾക്കൂടെ കാണിച്ചു തരാം, ഞാനിവിടെ പ്ലേ ചെയ്യാം. പക്ഷെ എനിക്ക് അറിയത്തില്ല ഈ ഒരു സാധനം കോപ്പിറൈറ്റ് വല്ലതും അടിക്കുവാണെങ്കിൽ ഞാനിത് വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാനിത് എടുത്ത് മാറ്റും. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ പറഞ്ഞു പോവാണ്, ഇവിടെ കാണിക്കാൻ പറ്റിയാൽ ഞാൻ ഇവിടെ വെച്ച് തരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റയിൽ ഒന്ന് പോയി നോക്കണം. അവിടെ ഒരു വീഡിയോ കുഞ്ഞുങ്ങള് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കണ്ടപ്പോ ഉണ്ടല്ലോ, ഞാൻ സത്യം പറഞ്ഞ ഷോക്ക്ഡ് ആയിപ്പോയി ഈ ഒരു പരിപാടിയൊക്കെ ഇവർ കാണിക്കുന്ന കണ്ടപ്പോഴത്തേക്ക്. കാരണം ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഞാൻ റിയാക്ട് ചെയ്തതാണ് ഓൾറെഡി. ഞാൻ രാത്രിയിലും ചെയ്തതാണ്, നിങ്ങൾ രാവിലെ കണ്ടു കാണും. കാണാത്തവർ എന്റെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഞാനൊരു സാധനം ചെയ്തിട്ടുണ്ട് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു പരിപാടി. എന്തോ എനിക്കതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു പരിപാടി. ഇങ്ങനെയൊക്കെ വെളുപ്പിക്കാൻ നടക്കുന്ന പോലെ എന്തോ ആ ഒരു തോട്ടാണ് എനിക്ക് വന്നത് എന്തായാലും. അപ്പൊ ഈ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കളിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള കളിയാക്കലൊക്കെ, അത് കളിയാക്കും തോറും അപ്പുറം നിൽക്കുന്ന ഒരു വ്യക്തിയെ ബൂസ്റ്റ് ചെയ്യാണ്, പൊക്കുകയാണ്. അയാൾ ചെയ്യുന്ന തെറ്റുകൾ അയാളത് നല്ല വൃത്തിക്ക് ഇങ്ങനെ എടുത്ത് കളയുന്നു. നമ്മളൊക്കെ പൊട്ടന്മാർ. എന്തായാലും ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. എനിക്ക് അറിയത്തില്ല, ഇത് കോപ്പിറൈറ്റ് അടിക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത് മാറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി, നോക്കിക്കോളുക. ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റിയിൽ നിന്ന് മുരളിയേട്ടനെ മാറ്റിയിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതെന്താ പറഞ്ഞു? അല്ല, പൊതു ചർച്ചയാണ്. അമ്പലത്തിന് മുരളിയേട്ടനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നാ പൊതുവേ പറയുന്നത്. ഏലക്കായത്തിനല്ലേ? നീ ചായ കുടിക്കാൻ ചായ കുടിച്ചോ പണി? എനക്കൊരു ചായ, ഏലക്ക വേണ്ട കേട്ടോ. അപ്പോ ഈ സാധനം കോപ്പിറൈറ്റ് കാരണം ഞാൻ എടുത്തു കളഞ്ഞോ ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട്
ഞാൻ എന്തായാലും ഇവിടെ പ്ലേ ചെയ്തു. കണ്ടിട്ടില്ല, കാണാൻ പറ്റിയിട്ടില്ല, കോപ്പിറൈറ്റ് പറഞ്ഞ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഇതൊരു ജസ്റ്റ് ഒരു കോമിക് സാധനമാണ്, ഒരു സിനിമയിലെ വെച്ചവർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ ചായക്കകത്ത് മുറുക്കാൻ വീണ്ടും അത് നൈസായിട്ട് ആരും കളയാതെ എടുത്ത് കളഞ്ഞിട്ട് ആ ഇരിക്കുന്ന ആൾക്കൊണ്ട് കൊടുക്കുന്നു. അയാൾ മണ്ടൻ, അത് കുടിച്ചിട്ട് എന്ത് ടേസ്റ്റ് ഉണ്ടല്ലോ. അത് ജിൻഡോ ചേട്ടൻ അല്ലേ, അത് ജിൻഡോ ചേട്ടൻ. അയാളൊരു പൊട്ടൻ, അയാളൊന്നും അറിയുന്നില്ല, അയാൾക്ക് നല്ല ടേസ്റ്റ്. ഇവള് സുന്ദരി, നല്ല നല്ല കാര്യമാണ്, അവൾ അതാണ്. ഇതാണ് ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നത്. ഈ ഒരു അവസാന നിമിഷത്തിൽ ഇട്ടുകൊടുക്കുന്ന കാര്യങ്ങളാണ് ഏഷ്യാനെറ്റൊക്കെ അവരുടെ ഒരു ചാനൽ വഴി അവർ കാണിക്കുന്നത്. അവരുടെ പല ഈ നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അവര് പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്കിതൊക്കെ ഒരു സൈഡിൽ മറ്റേ അവളെ ഗുമ്മ കൊടുക്കുന്നത് തന്നെ, അങ്ങനെ ഒരു അവളെ പൊക്കിയെടുത്ത് വെക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത് കേട്ടോ, ലിറ്ററലി. അയാളൊരു മണ്ടൻ അല്ലേ, കഷ്ടം. എനിക്ക് ആ ചാനലിനോട് വരെ എന്തോ പോലെ ആയി തുടങ്ങുന്നുണ്ട്. കാരണം ഇങ്ങനെയൊന്നും കൂട്ടു നിൽക്കരുത് ഇങ്ങനത്തെ വൃത്തികേടുകൾക്ക്. ഇത് സ്വപ്നത്തിൽ ഞാൻ കണ്ട കാര്യങ്ങളാ കേട്ടോ. അപ്പോ ഇനി ഞാൻ നിങ്ങൾക്ക്, നമുക്ക് റിയാലിറ്റിയിലേക്ക് വരാം. കമോൺ ബാക്ക് ടു റിയാലിറ്റി. ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ഒരു അണ്ണൻ, എന്റെ മെയിൻ അണ്ണൻ, എനിക്ക് ഭയങ്കരമായിട്ട് ആരാധനയൊക്കെ തോന്നിയ എന്റെ കൂട്ടുകാരൻ ഒരു വീഡിയോ, ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു വീഡിയോ ചെയ്തു. അപ്പൊ വീഡിയോക്കകത്ത് ഒരു ചെറിയ പോർഷൻ ഞാൻ കട്ട് ചെയ്തു നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി. ആ പോർഷനും ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോക്കകത്ത് വെച്ച ഈ ഒരു വ്യക്തിയുടെ ഒരു ഇൻസ്റ്റയിൽ ഇട്ടിരുന്ന ഒരു ഫോട്ടോയ്ക്ക് വന്നിരുന്ന ഒരു കമന്റും ഉണ്ട്. അതും കൂടെ ഞാൻ ഓൾറെഡി കാണിച്ചാണ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചത്. എനിക്ക് നിങ്ങളെ കാണിക്കണം ഒന്നുകൂടെ. കാരണം ഈ ചേട്ടന്റെ അടുത്ത പുതിയൊരു വീഡിയോയിലും ഒരു പരിപാടി പറയുന്നുണ്ട്. അണ്ണന്റെ കയ്യിൽ നിന്ന് എന്തായാലും പോയി. അണ്ണൻ ഇനി എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞ് ഞാൻ വരും. ഞാൻ കള്ളത്തരം കണ്ടുപിടിച്ചിരിക്കും. കള്ളത്തരം തെറ്റുണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചിരിക്കും ഞാൻ. അതിനുവേണ്ടി തന്നെ ഞാനിപ്പോ ഇരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ വ്യക്തിയെ. സീരിയസ്ലി ഞാൻ ഇയാളുടെ വീഡിയോ കാണുമ്പോൾ ഭയങ്കരമായിട്ടോ ഇയാളുടെ ആ ഒരു പ്രസന്റേഷൻ സ്കില്ലും, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റേ ബബ്ബ ആണെങ്കിലും 2-3 പേരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ടോക്ക് വരുമ്പം എനിക്കെന്തോ ഒരു സാധനം, അങ്ങനെയാണ് നമ്മളൊക്കെ തുടങ്ങുന്നത്. ഇങ്ങനെ ഒരു പരിപാടി കൊള്ളാലോ, നമ്മൾ കാണുന്ന തെറ്റിനെ നമുക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാലോ എന്നുള്ളൊരു സാധനം എനിക്കൊക്കെ തോന്നിയത്. അതിന് മുന്നേ ഞാൻ ഒന്നാമത് പണ്ട് അധികം ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയുള്ള കുറെ നമ്മൾ കാണുമ്പോൾ, നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് കുറെ കള്ളത്തരങ്ങൾ കാണുമ്പോൾ ആ ദേഷ്യം വരും. എനിക്ക് ആ സാധനം ഉണ്ട്. എനിക്ക് അതുപോലെ തന്നെ ഞാൻ എതിർക്കുകയും ചെയ്യും. തെറ്റ് കണ്ടാൽ ഞാൻ എതിർക്കും. എന്റെ ഭാഗത്ത് ഞാനത് നിങ്ങളോട് എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം, ഞാനത് അക്സെപ്റ്റ് ചെയ്യും. എനിക്കത് കേൾക്കാൻ ഇഷ്ടമാണ്. നേരെ മറിച്ച് ആ ഒരു കാര്യം പറയുന്നതിന് വരെ ചില ആൾക്കാരുണ്ട് മറ്റേ തെറി ഒരു മറ്റേ പരിപാടിയും കൊണ്ട് ഇറങ്ങുന്നത്. അവന്മാരെ ഞാനും വെറുതെ വിടത്തില്ല കേട്ടോ. എന്റെ വായിക്കകത്ത് എന്ത് കിടപ്പുണ്ട്, അല്ലെങ്കിൽ എന്റെ കൈക്കും കുഴപ്പമൊന്നുമില്ല, നല്ല കാനത്തിന് ഞാൻ ടൈപ്പ് ചെയ്യും. അതൊക്കെ നീ എത്ര കുളിച്ചാലും മറ്റേ തേഞ്ഞ് മാഞ്ഞു പോകാത്ത സാധനങ്ങൾ ഞാനും വിളിക്കും. ഐ ഡോണ്ട് കെയർ ഇൻ ദാറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു സാധനം നിങ്ങളൊന്ന് കണ്ടുപോയിക്കേ. ഓക്കെ, അപ്പോൾ തെറി വിളിക്കുന്നൊരു കാര്യം ഇപ്പോൾ ഞാൻ പറയാം. എന്നെ പേഴ്സണലി ഒരാൾ വന്നിട്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കില്ല. ഓക്കെ, ഞാൻ നന്നായിട്ട് തിരിച്ച് തെറി കൊള്ളുന്ന ഒരാളാണ്, തെറി നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. പക്ഷെ അത് എവിടെ എങ്ങനെ എപ്പോൾ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ധാരണ ഉണ്ട്. ഞാനത് കൺട്രോൾഡാണ്, ഇപ്പോൾ കുറച്ചധികം കൺട്രോൾഡാണ്. പക്ഷേ പേഴ്സണൽ സ്പേസിലും കമൻറ്റ് ബോക്സിലൊക്കെ അട്രോഷ്യസ് സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ല പച്ചത്തെറി ഞാൻ പറയും. അപ്പോൾ ഞാൻ തെറി പറയാത്ത ഒരാളല്ല. കമന്റ് ബോക്സിലൊക്കെ അട്രോഷ്യസ് തെറി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അണ്ണൻ റിയാക്ട് ചെയ്യത്തുള്ളൂ. അണ്ണൻ ഇപ്പൊ കുറച്ചും കൂടെ മറ്റേ ബെറ്റർ ആയി, അറിയാം എവിടെ തെറി പറയണം, കുറച്ചുകൂടെ കെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് അണ്ണൻ പറയുന്നത്. അപ്പൊ ഈ പറയുന്നത് തന്നെ ഒരു കള്ളത്തരമാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തെളിയിച്ചു തരട്ടെ, വ്യക്തമാക്കി തരട്ടെ. ഞാൻ ഈ പറയുന്നത് തന്നെ കള്ളത്തരമാണെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. കഴിഞ്ഞ ദിവസം സിബിനുമായിട്ടുള്ള ഒരു ഫോട്ടോ ഈ അണ്ണൻ ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് വന്നൊരു കമന്റ്, സിബിന്റെ എന്താ സിജോ പാറക്കൽ എന്ന് പറയുന്ന ഒരു പയ്യൻ സിബിനെ ടാഗ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കൂടെ ആരാ മരവാഴയോ എന്നേ അവൻ ചോദിച്ചിട്ടുള്ളൂ. ആ ഒരു ഒറ്റ ചോദ്യമേ അവൻ ചോദിച്ചുള്ളൂ. ഈ പയ്യൻ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ പയ്യൻ വന്ന് അതിനകത്ത് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒന്ന് ചെറുതായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പയ്യൻ ഇട്ടിരിക്കുന്നതാണ് മരവാഴയാണോ. കേരളം മൊത്തത്തിൽ ഇന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. സായിയുടെ മുഖത്ത് നോക്കി, നീ ഒരു മരവാഴയാണോ? അതേ ആ പയ്യൻ ചോദിച്ചുള്ളൂ. അതിനവൻ കൊടുത്തിരിക്കുന്ന കമന്റ് ആണ്, വായിക്കൂ. അല്ല, നിന്റെ അച്ഛനാണോ നോക്കൂ. ഇതാണോ നീ മറ്റേ ഭയങ്കരമായിട്ട് പുറത്തിറങ്ങി മറ്റേ സെൽഫ് ക്ലൻസിങ്, ആ വേർഡ് തന്നെ വെറുത്തുപോയി. പുറത്തു വന്നിട്ട് മറ്റേ നോക്കിയും കണ്ടു നീ തെറി പറയത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ എക്സാമ്പിൾ അല്ലേ ഇത്? നാട്ടുകാരെ പറ്റിക്കുമ്പം നോക്കിയും കണ്ടും പറ്റിക്കുക, ഇങ്ങനെ തെളിവിട്ട് വന്നിട്ട് നീ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ കണ്ടു, പക്ഷെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിത്
എന്റെ ഇനി അഥവാ പോയാൽ പോലും എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി എന്റെ 1-2 ഫ്രണ്ട്സിനൊക്കെ ഞാൻ അയച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ വേണമെങ്കിൽ അത് ഒന്നുകൂടെ ഞാനിനി മറ്റേ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെയാണെന്ന് പറയുന്നവരോട് ഒന്നുകൂടെ നോക്കിക്കോ അത് നല്ല വ്യക്തമായിട്ട്. ഇത് സീക്രട്ട് ഏജന്റ് തന്നെ അല്ലേ അവിടെ കിടക്കുന്നത്, അവന്റെ ഇൻസ്റ്റ ഐഡി തന്നെ അല്ലേ. ഇതാണ് അവൻ. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഈ കമന്റ്. എന്തായാലും നല്ലതാ, വളരെ നല്ലത്. ഈ പയ്യൻ അതിന് കൊടുത്ത റിപ്ലൈ ഞാൻ ഇവിടെ നേരത്തെ കാണിച്ചാണ്, ഇപ്പോഴും ഒന്നുകൂടെ കാണിക്കാം. നിന്റെ തന്തയുടെ വില നിനക്ക് നാട്ടുകാരുടെ മുമ്പിൽ പോയി കരഞ്ഞു മെഴുകിയല്ലേ നേടാൻ പറ്റിയത്. നിന്നെ തന്തയ്ക്ക് വിളിക്കാൻ അറിയാൻ പാടില്ലായിട്ട് കൊണ്ടല്ല, നിന്റെ അത്ര താഴത്തില്ലടാ, അത്രേ ഉള്ളൂ. ആ പയ്യന് ബുദ്ധിയുണ്ട്, നിനക്കതില്ലാതെ പോയി. നിനക്ക് നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും, അതിന് നീ മിടുക്കന, എനിക്കത് മനസ്സിലായി. പക്ഷേ കയ്യിൽ നിന്ന് പോകും സായി. ഈ ദൈവത്തിന്റെ മറ്റേ കയ്യൊപ്പം എന്നൊക്കെ പണ്ട് സിനിമയിലൊക്കെ പറയുമല്ലോ, എന്തെങ്കിലും ഒരു തെളിവ് അവിടെ കാണും. അങ്ങനെ കിട്ടിയ ഒരു തെളിവായത്, മനസ്സിലായില്ലേ? മിടുക്കനാ നീ എന്തായാലും കേട്ടോ, നീ മിടുക്കനാ. നാട്ടുകാരെ വീണ്ടും വീഡിയോ ആയിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ നീ മിടുക്കനാ, അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇത് എന്താ കഴിഞ്ഞ ദിവസം ഞാനിപ്പോ അവന്റെ ക്ലിപ്പ് കാണിച്ച കഴിഞ്ഞ ദിവസം ശ്രീനാഥ് ബാസിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ബാസിയുടെ. അപ്പൊ ബാസിയുടെ മറ്റേ പുറത്തെവിടെ അയർലാൻഡിലും കണ്ടു പോയപ്പോൾ തെറി വിളിച്ചൊരു ഇഷ്യൂ. അപ്പൊ അതിനെ റിയാക്ട് ചെയ്ത് ഇവന്റെ ചാനലിൽ ഇട്ടൊരു വീഡിയോ ആണ്. അതിനകത്തൊന്നും ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഇവൻ മഹത്തായ കുറെ കാര്യങ്ങൾ പറയും. എനിക്കൊന്ന് കുറച്ചും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണണം, ഞാൻ കുറെ പേർക്ക് ഇഷ്ടമല്ല അവന്റെ ഫേസ് പോലും കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും കാണിക്കാൻ വരാത്തത്. ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്നും തോന്നരുത് കേട്ടോ. ഇങ്ങനത്തെ ഓർത്ത് കാണിക്കുമ്പോൾ എങ്ങനെ പറയാതിരിക്കും. നമ്മളെ എല്ലാരും ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാരും മണ്ടന്മാരാക്കിയ ഒരു പരിപാടിയല്ലേ. അപ്പൊ പിന്നെ ഇതൊക്കെ എടുത്ത് കാണിക്കണ്ടേ? പുറത്തു വന്നിട്ട് നാട്ടുകാരെ മറ്റേ കുറച്ചും കൂടെ ഒരു തുള്ളിയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇതും കൂടെ ഒന്ന് കണ്ടേക്ക്. ഇതും കൂടെ നിങ്ങളൊന്ന് കാണുക. ഇനി ഈ നമുക്ക് വേണ്ടി ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ. ഞാൻ പലപ്പോഴും എൻ്റെ ഇൻബോക്സിൽ വന്ന് തെറി പറയുന്നവരായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പച്ച തെറിയാൻ പറയാറുണ്ട്. പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് പോകാൻ നേരത്തേക്ക് ഈ തെറി പറഞ്ഞ് ലാസ്റ്റ് കൈയും കൊടുത്ത് ഓക്കെ എന്നാൽ ഓക്കെ ഗുഡ് നൈറ്റ്. ഭയങ്കര സ്നേഹമാണ്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പെരും സ്നേഹമായിട്ട് പോവാറ്. ഇവിടെ ഇപ്പോൾ ആ ഒരു സാധനം സ്നേഹമായിട്ടാ പോവാറില്ല, ഭയങ്കര സ്നേഹം. അപ്പൊ മറ്റേ പയ്യനോടാണ് കമന്റ് ഇട്ട മോനെ, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നീ ഒന്ന് പറയട്ടെ, നിന്നോട് പിന്നെ അവൻ മെസ്സേജ് അയച്ചോ ഭയങ്കര സ്നേഹത്തിൽ അവൻ എന്തെങ്കിലും പറഞ്ഞോന്ന്. ഞാൻ നോക്കിയപ്പോ കമന്റ് അവൻ ഡിലീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പൊ ഇവന് ഈ വീഡിയോയിലേക്ക് തെറിവറച്ചിലിന്റെ കാര്യം കൊണ്ടുവരുന്നതിന്റെ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവിടെ നീ ഒരു ഐറ്റങ്ങളൊക്കെ എടുത്ത് വെളിയിലോട്ട് മറ്റേ ഇടുന്നുണ്ട്. നീ ഇത് കണ്ടിട്ടാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും വെളുപ്പിക്കാൻ ഒരു സൈഡിൽ കൂടെ നല്ല വൃത്തിക്ക് അണ്ണൻ നടത്തുന്നുണ്ട്. പക്ഷെ വെളുപ്പിക്കാൻ നടക്കുന്തോറും അണ്ണന്റെ കയ്യിൽ നിന്ന് കൂടുതൽ മണ്ടത്തരങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തോന്നിയില്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. തോന്നിയിട്ടുള്ളവർ അങ്ങനെ തന്നെ കമന്റ് ചെയ്യും, ഇവന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ. ഇനി അല്ലാന്ന് കമന്റ് ചെയ്യും. ഞാൻ നോക്കട്ടെ എന്താ എന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലാക്കാറില്ല. ഞാൻ പിന്നെ പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇതൊക്കെയാണ് വൻ പരിപാടികളാണ്. കഥകൾ കുറെ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്റെ സ്വപ്നത്തിൽ മറ്റേ പരിപാടിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ പറയുന്നവരെ ആരെയും ഒരു രീതിയിലും എനിക്ക് ഇതിനകത്തോടൊന്നും കൊണ്ടുവരാൻ താല്പര്യമില്ല. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. എന്തിനാണ് അല്ലേ? എന്റെ സ്വപ്നത്തിലെ കാര്യങ്ങളല്ലേ, അത് അവിടെ കിടന്നോട്ടെ. പക്ഷെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എന്റെ സ്വപ്നത്തിലെ കാര്യങ്ങൾ. അപ്പൊ സ്വപ്നത്തിലെ കാര്യങ്ങൾ പറയുന്നതിന് വലിയ പ്രൂഫിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിലൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഓക്കെ.